അങ്ങനെ കിട്ടി മക്കളെ, കിട്ടി. വാര്യറണ്ണന് ദേ നല്ല ഒന്നാം തരം കിട്ടേണ്ടത് തന്നെ കിട്ടി. എന്തായിരുന്നു? സ്നേഹത്തിൻ്റെ കടയിലേക്ക് ഓടിക്കയറുന്നു. ഇനി സ്നേഹത്തിൻ്റെ കടയാണെല്ലാം. സ്നേഹത്തിൻ്റെ കടയിൽ നിന്ന് പഞ്ചസാരയും വെളിച്ചെണ്ണയും അരിയും കടലയും ഉപ്പും പയറും എല്ലാം വാങ്ങി ഞാനിനി അങ്ങ് അർമാദിക്കാൻ പോവുകയാണ്. വെറുപ്പിൻ്റെ ഫാക്ടറിയെ ഞാൻ തൂത്തെറിഞ്ഞു. നരേന്ദ്രമോദി വെറുപ്പിൻ്റെ നേതാവാണ്. ഇത്രയും നാൾ വെറുപ്പിൻ്റെ ഫാക്ടറിയിൽ നിന്ന് ഞാൻ മടുത്തു. പലതും പറയണമെന്നുണ്ട്, പക്ഷേ നാക്ക് പൊങ്ങുന്നില്ല. അതുകൊണ്ട് മാത്രം പറയുന്നില്ല. കോൺഗ്രസ് ആണ് എൻ്റെ ഉയിർ, കോൺഗ്രസ് ആണ് എൻ്റെ ജീവൻ. കോൺഗ്രസ്സിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും. എൻ്റെ ജീവൻ വേണമെങ്കിലും കൊടുക്കും. അതാണ് സന്ദീപ് വാര്യർ. ഇതിപ്പോൾ പഴമക്കാർ പറയുന്നത് പോലെ ആയിപ്പോയി. അതായത് കഷത്തിലിരുന്നത് പോവുകയും ചെയ്തു, ഉത്തരത്തിലിരുന്നത് എടുക്കാനും പറ്റുന്നില്ല. അതാണ് വാര്യരുടെ അവസ്ഥ. ഒരു ഒന്നൊന്നര അവസ്ഥയായിപ്പോയി. കാര്യം മനസ്സിലായില്ല അല്ലേ? അതായത് KC വേണുഗോപാൽ അങ്ങ് ഡൽഹിയിലിരുന്ന് രാഹുൽ ഗാന്ധിയുടെ മണ്ടത്തരം കേൾക്കുകയും രാഹുൽ ഗാന്ധിക്ക് മണ്ടത്തരം പറഞ്ഞു കൊടുക്കുകയും മണ്ടത്തരം വിളമ്പി ലോക ശ്രദ്ധ പിടിച്ചു പറ്റാനായി രാഹുലിനെ സഹായിക്കുകയും ചെയ്യുന്ന അതേ KC വേണുഗോപാൽ ഇപ്പോൾ രാഹുലിൻ്റെ പെട്ടുപിടുത്തമൊക്കെ ഇങ്ങനെ തകൃതിയായി നടക്കുന്നതിനിടയിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദമാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ ശ്രദ്ധ. അതിന് ശശി തരൂരിനെ എങ്ങനെ ഒതുക്കാം എന്ന വിഷയത്തിൽ അദ്ദേഹം റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് അദ്ദേഹത്തിൻ്റെ കണ്ണിൽ മറ്റൊരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്. സന്ദീപ് വാര്യർ, അതായത് ഇപ്പോൾ കോൺഗ്രസിൻ്റെ വക്താവാണ് വാര്യർ. ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ പറഞ്ഞ് ചോദിച്ച് വാങ്ങി സ്നേഹത്തിൻ്റെ കടയിലേക്ക് ഓടിക്കയറി വന്ന ആളാണ്. ഒരു കസേര കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് 5-6 കസേര ഞങ്ങൾ തരാം ഇങ്ങ് വാ എന്ന് വിളിക്കുന്നതിന് മുന്നേ തന്നെ അങ്ങ് ബംഗളൂരോ കർണാടകയിലോ ഒക്കെ പോയി ഇരുന്ന് രഹസ്യ ചർച്ചകളൊക്കെ നടത്തി വാങ്ങേണ്ടതും കിട്ടേണ്ടതും ഒക്കെ വാങ്ങി ഇങ്ങ് വന്ന് ഇവിടെ കോൺഗ്രസ്സിലേക്ക് കയറി. അപ്പോൾ ഇപ്പോൾ കേസ് പറയുകയാണ്, കോൺഗ്രസ്സിലിരുന്ന് കൊണ്ട് BJPയെ വളർത്തണ്ട, അങ്ങനെയുള്ള വളർത്തലൊന്നും ഇവിടെ വേണ്ട, അതൊക്കെ അങ്ങ് BJPയിലിരിക്കുമ്പോൾ എന്ത് വേണമെങ്കിലും കാണിച്ചോ, അത് ഞങ്ങളുടെ പ്രശ്നമല്ല. പക്ഷേ കോൺഗ്രസ്സിലിരുന്ന് BJP സേവ വേണ്ട എന്ന് തറപ്പിച്ച് പറയുകയാണ് KC വേണുഗോപാൽ. KC മുഖ്യമന്ത്രി പദമൊക്കെ ആഗ്രഹിച്ച് പലരെയും കുതികാൽ വെട്ടുന്നുണ്ടെങ്കിൽ പോലും ചില അവസരങ്ങളിൽ KC വേണുഗോപാൽ സത്യം പറയും എന്നുള്ള കാര്യം ഇപ്പോഴാണ് ബോധ്യമായത്. നേരത്തെ മല്ലികാർജുൻ ഖാർഗെയും ഇത്തരത്തിലൊരു പരാമർശം നടത്തിയിരുന്നു. അതായത് കൂട്ടത്തിലുള്ള ഒറ്റ എണ്ണത്തിനെ വിശ്വസിക്കരുത്, എപ്പോഴാണ് കാല് വാരുന്നതെന്നറിയില്ല, മറ്റ് പാർട്ടികളിൽ നിന്ന് വന്നവരെ ഒരു കാരണവശാലും വിശ്വസിക്കേണ്ട എന്നാണ് മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞത്. എന്തായാലും വാര്യരെ ഇപ്പോൾ കേരള മുഖ്യമന്ത്രി ആക്കുമെന്നൊന്നും കേരളത്തിലെ നല്ലവരായ കോൺഗ്രസ്സുകാർ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഒരു കസേര കിട്ടാത്തതിൻ്റെ പേരിലല്ല സന്ദീപ് വാര്യർ BJPയിൽ നിന്ന് കോൺഗ്രസ്സിലേക്ക് എത്തിയതെന്ന് ഇവിടുത്തെ നിഷ്കളങ്കരായ ജനങ്ങൾക്ക് മുഴുവൻ അറിയാം. ആ കാരണങ്ങൾ അവിടെ നിൽക്കട്ടെ. കാരണം BJP പോലും അത് തുറന്ന് പറയാത്ത സ്ഥിതിക്ക്, ആ മാന്യത BJP കാണിക്കുന്ന സ്ഥിതിക്ക് നമ്മളൊന്നും മിണ്ടാതിരിക്കുന്നതാണ് നല്ലത്. മാധ്യമങ്ങൾക്കത് പറയാനുള്ള അവകാശവുമില്ല. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. ആ വ്യക്തിപരമായ കാര്യങ്ങളിൽ നമ്മളോട്ട് ഇടപെടേണ്ടതിൻ്റെ ആവശ്യകതയുമില്ല. ഇപ്പോൾ സന്ദീപ് വാര്യർ കോൺഗ്രസ്സിൽ പോയ ദിവസം മുതൽ സന്ദീപ് വാര്യർ എന്താണ് ചെയ്യുന്നത്? കോൺഗ്രസ്സിന് വേണ്ടി എന്തെങ്കിലും സന്ദീപ് വാര്യർ ചെയ്യുന്നത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഡെയിലി ഫേസ്ബുക്ക് പോസ്റ്റ് ഇടും. എന്തിനാണ്? BJPയെ നന്നാക്കാൻ. BJP അത് ചെയ്തത് തെറ്റാണ്, അവിടെ തിരുത്തലുകൾ വേണം. BJP ഇത് ചെയ്തത് തെറ്റാണ്, ഇവിടെ തിരുത്തലുകൾ വേണം. അണികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ്. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ BJPയെ വിലയ്ക്ക് വാങ്ങിയതാണ്, അപ്പോൾ നിങ്ങൾ നോക്കിയും കണ്ടും ഒക്കെ നിന്ന് പ്രവർത്തിക്കണം, അല്ലെങ്കിൽ അത് പ്രശ്നമാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡെയിലി ഇങ്ങനെ ഓരോ വിഷയങ്ങളിൽ പോസ്റ്റ് ഇട്ട് BJPയെ വളർത്തുകയാണ്. BJPയുടെ തെറ്റുകൾ തിരുത്തുകയാണ്. BJPക്ക് വേണ്ടി അഹോരാത്രം പണിഞ്ഞ് കിടന്ന് പരിശ്രമിക്കുകയാണ് സന്ദീപ് വാര്യർ. അല്ല വാര്യരെ, ഒരു കാല് BJPയിലും ഒരു കാല് കോൺഗ്രസ്സിലും വെച്ചിട്ടാണോ നിങ്ങൾ BJPയിൽ നിന്നിറങ്ങിയത്? അതോ BJPയിലിരുന്നു കൊണ്ട് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്തത് കോൺഗ്രസ്സിൽ വന്നുകൊണ്ട് BJPക്ക് വേണ്ടി ചെയ്യാം എന്നുള്ളതാണോ നിങ്ങളുടെ വ്യാമോഹം? അതറിയില്ല. കാരണം
ഒരു പാർട്ടിയിൽ നിൽക്കുമ്പോൾ ആ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് നമ്മൾ എന്താ പറയുക നട്ടലുള്ള പ്രവർത്തകർ എന്ന് പറയുന്നത്. അപ്പോൾ കോൺഗ്രസ്സിന് വേണ്ടി ജീവത്യാഗം പോലും നടത്താൻ തയ്യാറായി നിൽക്കുന്ന ഒരുപാട് ആളുകൾ കോൺഗ്രസ്സിലുണ്ട്, പ്രവർത്തകരുണ്ട്. കോൺഗ്രസ് വലുതാവണം, കോൺഗ്രസ് എന്ന പാർട്ടി രാജ്യത്ത് വേണം, കോൺഗ്രസ് മുക്ത ഭാരതമാണെന്ന് BJP പറയുമ്പോഴും അത് അങ്ങനെയല്ല. കാരണം ഇവിടെ നല്ല നേതാക്കന്മാരില്ല എന്ന് പാവപ്പെട്ട അണികൾക്ക് മുഴുവൻ അറിയാം. കഴിഞ്ഞ ദിവസം 50ഓളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് BJPയിലേക്ക് ചേർന്നത്. കാരണം ഇവിടുത്തെ ഊത്തൊക്കെ എന്താണ് എന്നുള്ളത് നന്നായിട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് അവരൊക്കെ BJPയിലേക്ക് ചേർന്നത്. ഓരോ ദിവസവും വളർന്നുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണ് BJP എന്നും BJPയെ തകർക്കാൻ ഇനിയൊട്ട് ആർക്കും കഴിയില്ല എന്നുള്ളതും. BJP വിരുദ്ധത കൂടുന്തോറും BJPയിലേക്കുള്ള ആളുകളുടെ കടന്നുകയറ്റമാണ് ഇവിടെ കൂടുന്നത്. പല ചാനലുകളും പല മാധ്യമങ്ങളും BJP വിരുദ്ധത പ്രചരിപ്പിക്കാൻ വേണ്ടി മാത്രം അജണ്ട തയ്യാറാക്കി മുന്നോട്ട് പോകുന്നവരാണ്. പക്ഷേ അതിനെയൊക്കെ മറികടന്നാണ് BJP 17,000 കോടി അവിടെ റിപ്പീറ്റുണ്ടേ, അതിനേക്കാൾ വലുതായിട്ടാണ് BJP വളർന്ന് പന്തലിച്ച് വലുതായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ BJPയെ തകർക്കാൻ ആർക്കും കഴിയില്ല എന്നുള്ളത് സന്ദീപ് വാര്യർക്ക് നന്നായിട്ടറിയാം. അതിലും നന്നായിട്ട് കോൺഗ്രസ് നേതാവ് KC വേണുഗോപാലിനറിയാം. അപ്പോൾ ഇവർ രണ്ടുപേരും, KCക്ക് മനസ്സിലായി കോൺഗ്രസിനെ ഒപ്പം നിന്നാലല്ല ലീഗിനൊപ്പം നിന്നാലേ സന്ദീപ് വാര്യർക്ക് ഗുണമുള്ളൂ. അതുകൊണ്ടാണ് സന്ദീപ് വാര്യർ കോൺഗ്രസ്സുകാരോടൊപ്പം നിൽക്കാതെ ലീഗിൻ്റെ കാന്തപുരത്ത് പോയി തങ്ങളെ കണ്ടതും കാന്തപുരത്തിനോട് സംസാരിച്ചതും അവരോടൊപ്പം സമയം ചെലവഴിക്കുന്നതും പല വിദേശ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ UAE പോലുള്ള മിഡിൽ ഈസ്റ്റ് പോലുള്ള രാജ്യങ്ങളിൽ ഉദ്ഘാടനത്തിന് പലരും വിളിക്കുന്നതും അവിടെയൊക്കെ പോയി അവിടുത്തെ തനതായ വസ്ത്രമൊക്കെ ധരിച്ചുകൊണ്ട് സന്ദീപ് വാര്യർ ഒരു കോമാളിത്തരം കാണിച്ചുകൊണ്ട് രംഗത്തെത്തുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അതൊക്കെ സന്ദീപ് വാര്യരുടെ കാര്യം. എന്തായാലും KC വേണുഗോപാൽ തറപ്പിച്ച് പറയുകയാണ്, ആ കളി ഇവിടെ എടുക്കരുത്, ഇത് വേറെയാണ്. BJPക്കാർ ക്ഷമിക്കും, കാരണം അവർ ഭൂമിയോളം ക്ഷമിക്കുന്നവരാണ്. എന്തൊക്കെ തെമ്മാടിത്തരം കാണിച്ചാലും അവർ കൃത്യമായി ചില കാര്യങ്ങൾ ജീവിച്ചു പൊക്കോട്ടെ എന്ന് വിചാരിച്ച് അവർ പലതും പുറത്തു പറയില്ല. എന്തോ ആയിക്കൊണ്ട് പോട്ടെ, ഒരു വില പോലും കൽപ്പിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ് എന്തുകൊണ്ട് പോയി എന്നുള്ളത് പഴയ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ പറയുക പോലും ചെയ്യാത്തത്. അപ്പോൾ അത്ര പോലും വില സന്ദീപ് വാര്യർക്ക് BJP നൽകിയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അതും വച്ചുകൊണ്ട് കോൺഗ്രസ്സിലേക്ക് വന്നിട്ട് BJPയെ വളർത്താൻ നിന്നാൽ പണി പാലും വെള്ളത്തിൽ കിട്ടും മോനെ. പറഞ്ഞ എന്താ പറയുക ഗ്യാരണ്ടികളൊക്കെ അല്ലെങ്കിൽ തന്ന വാഗ്ദാനങ്ങളൊക്കെ ഞങ്ങളങ്ങ് മറക്കും. എന്നിട്ട് ഞങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഞങ്ങളങ്ങ് ചെയ്യും. പല സീറ്റുകളും വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്നും തരാതെ അടിച്ച് പുറത്താക്കും ഞങ്ങൾ എന്നാണ് KC വേണുഗോപാൽ പറയാതെ പറഞ്ഞു വെക്കുന്നത്. KC പറഞ്ഞാൽ പിന്നെ പറഞ്ഞതാണല്ലോ. KCക്ക് നല്ല ഒന്നാന്തരം കളി കളിക്കാൻ അറിയാവുന്ന ആളാണ് KC വേണുഗോപാൽ. അതുകൊണ്ടാണ് തരൂർ വാ തുറന്നാൽ തരൂർ മോദി ഭക്തനാണ്, പിണറായി ഭക്തനാണ്, മോദി ഭക്തനാണ്, പിണറായി ഭക്തനാണ് എന്ന് പറഞ്ഞുകൊണ്ട് തരൂരിനെതിരെ വാളോങ്ങുന്നത്. കാരണം KCക്ക് നല്ല പേടിയുണ്ട്. അടുത്ത മുഖ്യമന്ത്രി കുപ്പായം തയ്ച്ചു വച്ചിട്ട് കാലങ്ങളായി കേരളം തനിക്ക് ഇങ്ങനെ ഞെളിഞ്ഞിരുന്ന് ഭരിക്കണം, അതുകൊണ്ടത് തരൂർ ഒരു വിലങ്ങ് തടി ആകരുത് എന്ന് KC വിചാരിക്കുന്നത്. എന്തായാലും വാര്യരുടെ നട്ടെല്ല് ഇപ്പോൾ KCയുടെ കയ്യിലാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല.